ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി വ്ലോഗാണ്. ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ദിവസമായതുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്, അല്ലാതെ പെയിനൊന്നും വന്നിട്ട് പോകുന്നതൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ്സ് ദൂരേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ആസ്റ്റർ മിംസിലാണ് ഞങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പം എന്നെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. വീട്ടുകാർ റൂമിലേക്ക് പോയി, റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു, റൂമിലേക്ക് പോയി. അങ്ങനെ ലേബർ റൂമിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴാണ് എന്നെ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം റൂമിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ടായ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുവാണ്. പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡർക്കുള്ള ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഷവർ ജെൽ കോംബോ ഒക്കെ ഉള്ളൊരു കിറ്റാണിത്. അതൊക്കെ നോക്കി എടുക്കുവാണ്. അങ്ങനെ എനിക്ക് കയ്യിൽ ടാഗൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഇട്ടു. അപ്പം ഇനി നാളെ രാവിലെ ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ 4 മണിയാകുമ്പോഴേക്കും കുളിച്ച് അങ്ങോട്ട് പോകണം. ആൾ കൂട്ടാൻ വരും. അതുവരെ നമ്മൾക്ക് കിടന്നുറങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു, നേഴ്സൊക്കെ ഓരോ 2 hours വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാനാണ് പോകുന്നത്. പേഷ്യൻറ്റിനുള്ള ഫുഡ് ഇവിടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ബൈസ്റ്റാൻഡർക്ക് സെപ്പറേറ്റ് ഫുഡ് വാങ്ങണം. ഇവിടെ അച്ഛൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരിക ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം ലേബർ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം പുലർച്ചെ 4 മണി. ഇത് രാവിലെ തന്നെ ലേബർ റൂമിലേക്ക് പോകാൻ ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. അപ്പം ലേബർ റൂമിൽ കയറിയതിന് ശേഷം പിന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല, ആരൊക്കെ വന്നു എന്നുള്ള കാര്യമൊന്നും ഉള്ളിൽ കടന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്പം ബേബി എത്തുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിൻ ഇൻഡ്യൂസ് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് പെയിൻ വന്നു തുടങ്ങിയത്. ഞാൻ ആദ്യമേ എപ്പിഡ്യൂറൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പം നമുക്കത് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് ഫെയിലായി, നടന്നില്ല, പെയിൻ കുറഞ്ഞില്ല. അപ്പം കുറേ ടൈം വെയിറ്റ് ചെയ്തു, പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. അപ്പോഴാണ് എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഡോക്ടർ വിളിച്ചത്, പ്രോഗ്രസ് ഇല്ല എന്നും പറഞ്ഞിട്ട്. അപ്പം ഡോക്ടർ കാര്യങ്ങളൊക്കെ വീട്ടുകാരായിട്ട് സംസാരിച്ചു. വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് സി സെക്ഷൻ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു രീതിയിലെത്തിയിട്ടുണ്ട്. ഇത് കേട്ടതോടെ എല്ലാവരുടെയും ഇത് മാറി, സന്തോഷമൊക്കെ മാറി, ടെൻഷനായി, സങ്കടമായി. അങ്ങനെ എല്ലാവരും ലേബർ റൂമിൽ നിന്ന് തന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസെൻ്റൊക്കെ വാങ്ങി എല്ലാവരും അതും കാത്തു നിൽക്കുവാണ്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയായി. കാരണം എല്ലാവരും ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു.
കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ഉച്ചയ്ക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് രാത്രി 11 മണിയാകുമ്പോഴാണ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, എന്നെയും ബേബിനെയും. അപ്പം അതിനിടയിൽ ഹസ്ബൻഡിനെ കാണാൻ കയറ്റിയിരുന്നു. പക്ഷെ ആ സീൻ എനിക്ക് വീഡിയോ ആയിട്ട് കിട്ടിയില്ല. അതും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ സി സെക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഹസ്ബൻഡിനെ മാത്രമേ എന്നെ കാണാൻ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ ബേബിക്ക് BCG ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മൾ നെയിം ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെയിമും ഇട്ടിട്ട് കൊടുത്തു. ഫസ്റ്റ് ഡേ എനിക്ക് ഫുൾ കഞ്ഞിയൊക്കെ ആയിരുന്നു, എല്ലാ നേരവും 3 നേരം കഞ്ഞിയായിരുന്നു. സെക്കൻഡ് ഡേ തൊട്ട് എനിക്ക് മീൽസൊക്കെ കിട്ടാൻ തുടങ്ങി. ഇനി എന്ത് വേണമെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പേഷ്യൻറ്റിന് അവർ തന്നെ കൊണ്ടുതരുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഓർഡർ ചെയ്തെന്നല്ല, മീൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാക്കിങ്ങിലൊക്കെയാണ്. കൃഷ്ണമണി നീ പിച്ച പിച്ച